ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. പദ്ധതി നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദയവ് കഴലിത്. കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. ഗവേഷണം നടത്തുന്ന കമ്പനിയുടെ ഓരോ സൂചകവും നിങ്ങൾ സൂക്ഷ്മമായി പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഓർഗനൈസേഷന്റെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ താരതമ്യം ചെയ്യും. ജഥരകെഴുത് അകമനന് ഡാൻമരേത് 2025 ജൂൺ 26 വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവലോകനം. വർഗീകരണം അനുസരിച്ച് ഡേത് കേളിത സംഘടന രഥരേത് കേളിത ഉപവിഭാഗത്തിൽപ്പെടുന്നു. രത്മേവകെ 45 സംഘടനകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ്: -10.3. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം 1.5 പോയിന്റ്. നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ വിപണിയിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ശരാശരി സ്കോർ 1.8 പോയിന്റാണ്. മൈനസ് റേറ്റിംഗിനെതിരെ 3 പോയിന്റ് എഥേക്കഴുത്. കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. രഥേക്കഴുത് ഉപവിഭാഗം കമ്പനികളും. കമ്പനിയുടെ ഓഹരികൾ 12 മാസത്തിലേറെയായി ഞങ്ങൾ കാണുന്നു. രഥേക്കഴുത് ധനം 271.3% ചലനാത്മക കാണിച്ചു. ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ 51.2%. കമ്പനിയുടെ വിപണി മൂലധനം രഥേക്കഴുത് ധനം $73.03 ബില്യൺ. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $825 ബില്യൺ ആണ്. കമ്പനിയുടെ പുസ്തക മൂല്യം $6.83 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ മൂലധനം $170 ബില്യൺ ആണ്. സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനിപ്പറയുന്നവ കാണാൻ കഴിയും. അധിനിവേശ വിഹിതം രഥേക്കഴുത് ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 8.853%. പുസ്തക മൂല്യം മൂലധനവൽക്കരണം 4.029%. കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ മൂല്യനിർണ്ണയം ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ മോശം -1 പോയിന്റ്. പഠനത്തിലുള്ള കമ്പനിക്ക് $10.116 ബില്യൺ കടബാധ്യതയുണ്ട്. കടവും പുസ്തക മൂല്യവും തമ്മിലുള്ള അനുപാതം ഇക്വിറ്റിയുടെ 148%. കമ്പനിയുടെ കടത്തിന്റെ അളവ് വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കമ്പനിയുടെ വിപണി വിലയും ലാഭാനുപാതവും 45.9 ആണ്. ഉപവിഭാഗം 33 ശരാശരി. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തുക മോശം -1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $1590 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി വരുമാനം $1329 ദശലക്ഷം കണക്കാക്കുന്നു. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 22.3 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 2.8 ആണ്. ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക മോശം -1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $3280 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി വരുമാനം $2740 മില്യൺ ആണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ പാസബിൾ 0 പോയിന്റുകൾ. മാർജിനലിറ്റി 48.5%. ഉപവിഭാഗത്തിൽ ശരാശരി 8.6%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം 1.205%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 635% കുറവാണ്. കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം $31,750,000 ആണ്.
ഉപവിഭാഗത്തിന് ഇത് $4,324,000 ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ മൂലധന അളവിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം $691.3000 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി $131.1000 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന അളവ് $1,425.1000 ആണ്. ഉപവിഭാഗം $1,532,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിഹിതത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഹ്രസ്വ ഇടപാടുകളുടെ അളവ് 3.6% ഉപവിഭാഗത്തിന് ശരാശരി 1.7% സാങ്കേതിക സൂചകം GRE14 കമ്പനിക്ക് 73% നിലവാരം കാണിക്കുന്നു. ഉപവിഭാഗത്തിൽ ഈ നില 58%. കമ്പനിയുടെ യഥാർത്ഥ സ്റ്റോക്ക് മൂല്യനിർണ്ണയം ഏകദേശം $82.74 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം $67.94 ആണ്. നമുക്ക് ഓർഡറുകളുടെ പട്ടികയിലേക്ക് പോകാം. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. ലിങ്ക് പിൻ ചെയ്ത അഭിപ്രായത്തിലാണ്. റഫറൻസ് സിസ്റ്റം നിലവിലെ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. വിശകലനത്തിന്റെ ഫലമായി വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഇനിപ്പറയുന്ന തീരുമാനം എടുക്കുന്നു. ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഡീൽ തുറക്കരുത്. ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും വളരെ നന്ദി.